നമസ്കാരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലൊന്ന് സോളാർ പവറാണ്. ഇത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുമാത്രം ലാഭമുണ്ടാകും, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇതിന് പിറകിൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള വശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് സാമൂഹിക പ്രവർത്തകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായിട്ടുള്ള അനിൽകുമാർ സാർ നമ്മളോട് പ്രതികരിക്കുന്നു. സാർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സോളാർ സ്ഥാപിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനൊരു ചർച്ചയുടെ ഒരു സാഹചര്യം എന്താണ് ഇവിടെ? സോളാറുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് ഒരു ചർച്ച ഉയർന്നു വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അതിനകത്ത് പറയാൻ കഴിയുന്നത്, നമ്മുടെ ആവശ്യത്തിനായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ, അതായത് ജലവൈദ്യുത പദ്ധതികൾക്കും അപ്പുറം മറ്റൊരു സോഴ്സ് നമുക്കുണ്ടാവണം. അത് അങ്ങേയറ്റം പാരിസ്ഥിതിക സൗഹൃദവുമായിരിക്കണം. അത്തരം ഒരു കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സോളാർ പവറിൽ കൂടുതൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന്, നമുക്ക് വളരെ വേഗത്തിൽ തന്നെ അത് ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സോളാർ പവർ കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രവുമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക നയപരിപാടികളുടെ ഭാഗവുമായിരുന്നു പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം കുറയ്ക്കുക, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക, നമ്മുടെ കൽക്കരി അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് ആയിട്ടുള്ള ഊർജ്ജ ഉൽപ്പാദനങ്ങളിൽ കുറവ് വരുത്തുക എന്ന് പറയുന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കൂടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നയങ്ങളും അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും സോളാർ പവറിന് മാക്സിമം പ്രൊമോഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് തുടർന്നും സോളാർ പവറിൻ്റെ ഉപയോഗവും ഉൽപ്പാദനവും കൂടണം, അത് നിയന്ത്രണ വിധേയമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു സോളാർ എനർജി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ് ശരിക്കും? സോളാർ എനർജി ഇലക്ട്രിസിറ്റി ഏത് തരത്തിലായിരുന്നാലും നമുക്ക് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏത് രാജ്യത്തിൻ്റെയും ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ GDPയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രൈമറിലി അത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തികമായി മുന്നോട്ട് പോകണമെങ്കിൽ, വ്യവസായമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനഫ് പവർ, അതായത് ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമായിരിക്കണം. അതൊരു അടിസ്ഥാന ആവശ്യമാണ്. അത്തരത്തിൽ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ, വൈദ്യുതോൽപാദന മേഖലകളിൽ അധികം ഇപ്പോൾ ഉൽപ്പാദനം കൂടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് സോളാർ എനർജി പ്രൊമോട്ട് ചെയ്യേണ്ടുന്നത് ആവശ്യം തന്നെയാണ്. ഇതിലിപ്പം നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അതിൽ വ്യത്യസ്തമായിട്ട് സോളാർ കൂടെ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഒരുപാട് മാർഗങ്ങൾ, മറ്റനേകം മാർഗങ്ങളുണ്ട്. അതിൽ പുനരുൽപാദനപരമായിട്ടുള്ള മേഖലയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് സോളാർ. നമുക്ക് ഇതല്ലാതെ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ആണ് ഈ പുനരുൽപാദന മേഖലയിൽ തന്നെ ഊഹിക്കാൻ പറ്റുന്ന ന്യൂക്ലിയർ എനർജി 100% സേഫാണ്. അത് വളരെ വലിയൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ കേരളത്തിലെ പ്രത്യേക സാമൂഹിക അവസ്ഥയിൽ, രാഷ്ട്രീയ അവസ്ഥയിൽ സോളാറിനെ ആരും കേരള ജനത പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുതയും നമ്മൾ കാണേണ്ടതുണ്ട്. അതേസമയം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള കൂടംകുളം, തമിഴ്നാട്ടിലുള്ള പവർ പ്ലാന്റ്, അവിടെ ചെയ്യുകയും അത് അവിടെ നിന്ന് ഉള്ള ഉൽപ്പാദനം പൂർണ്ണമായും നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുള്ള വിഹിതം കേരളത്തിലേക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ 266 മെഗാവാട്ട് പവർ കൂടംകുളത്ത് നിന്ന് കേരളത്തിലെ ഗ്രിഡിലേക്ക്, കേരളത്തിലേക്ക് മാത്രമായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരം ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ 2024 നമ്മുടെ പ്രധാനമന്ത്രി മോസ്കോയിൽ പോയി റഷ്യൻ പ്രസിഡന്റുമായിട്ട് ആറോളം എന്നാണ് എൻ്റെ അറിവ്, 6ഓളം ന്യൂക്ലിയർ സ്റ്റേഷനുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പിടുകയും ചെയ്തു. അല്ല, ഒന്ന് ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. അപ്പം സോളാർ മാത്രമല്ല, മറ്റു മേഖലകളെയും ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വരാനിരിക്കുന്ന പവറിൻ്റെ ആവശ്യം, ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ മൊത്തത്തിലുള്ള വ്യവസായ വളർച്ചയും അത് തടസ്സമായി മാറും. വൈദ്യുതിയുടെ ലഭ്യത കുറവ്. ഇത് ആണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ വിഷയത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ സോളാറിലേക്ക് അധികം ആളുകളും വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും സേഫ് ആണോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സോളാർ മാത്രമായിട്ട് ഒരു ജനറേഷൻ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. സോളാർ അത്തരത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു അസംസ്കൃത വസ്തുവുമല്ല. കാരണം സൂര്യപ്രകാശം പൂർണ്ണമായും കിട്ടുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് സോളാറിൽ നിന്നുള്ള ജനറേഷൻ സാധ്യമാവുകയുള്ളൂ. അത് ഏറെക്കുറെ രാവിലെ ഒരു 9 മണി മുതൽ വൈകിട്ട് ഒരു 4 മണി വരെ നമുക്ക് സോളാറിൽ നിന്ന് കൂടുതൽ വൈദ്യുതി
കിട്ടത്തില്ല, അതിനുശേഷവും കിട്ടത്തില്ല, അതിന് മുന്നേയും കിട്ടത്തില്ല. അത്തരം ഒരു വൈദ്യുതി കൊണ്ട് നമ്മുടെ കണ്ടിന്യൂസ് ഡിമാൻഡ്, തുടർച്ചയായ നമ്മുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തമാണ്. അതല്ലെങ്കിൽ വൈദ്യുതി ശേഖരിച്ച് വെച്ചിട്ട് ആവശ്യമായ സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഒരു ടെക്നോളജിയും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ, നടപടികൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അമിത വേഗത്തിൽ സോളാർ ഇപ്പോൾ നടപ്പാക്കുന്നത് വിപരീത ഫലം ചെയ്യും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഉപകരണം ഉപയോഗിക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? സോളാർ എനർജി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ? സോളാർ എനർജി മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഉപകരണം പ്രവർത്തിക്കാൻ പറ്റും തോന്നില്ല. സോളാർ എനർജി ഉപയോഗിക്കാം, പക്ഷെ അത് ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് വിശ്വസ്തമായ അളവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും സമയത്തേക്ക് തരുന്ന തരത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ശേഖരിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അല്ലാതെ കഴിയില്ല. അതിന് പ്രത്യേക സാമ്പത്തിക ചെലവുകളും വഹിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സാർ, ഇപ്പോൾ ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളും ഒരു ഹിയറിംഗ് നടത്തിയിട്ടാണല്ലോ മുന്നോട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഹിയറിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടോ? ആ ഒരു ഹിയറിങ്ങിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഹിയറിങ്ങിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ് ഹിയറിംഗ് നടത്തുന്നത്. ഒരു ഹിയറിംഗ് നടത്തുന്നത് അവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ്. ഏത് തരത്തിലുള്ള നയമാറ്റവും റെഗുലേഷൻസ് നടപ്പാക്കുകയും ചെയ്യുന്നത് പബ്ലിക്കിനെ വിളിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ അറിയുകയും ചെയ്തതിനു ശേഷം മാത്രമേ പാടുള്ളൂ എന്നാണ് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 പറഞ്ഞിരിക്കുന്നത്. അതായത് കേന്ദ്ര നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഹിയറിംഗ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രാഥമികമായ ചുമതല ഓരോ ആൾക്കാരിലും നിശ്ചിതവുമാണ്. പക്ഷെ ആ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതായി കാണുന്നു. പ്രത്യേക താല്പര്യമുള്ളവർ പ്രത്യേക വിഷയത്തിൽ പങ്കെടുക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കണ്ടുവരുന്നത്. ആ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് സോളാറിന്റെ ഇപ്പം നടക്കുന്ന ഹിയറിംഗുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹിയറിംഗിൽ പങ്കെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തത് സോളാർ സ്ഥാപിക്കുന്ന ഒരു വിഭാഗം വെണ്ടേഴ്സാണ്. അവർക്ക് നിലവിൽ സോളാർ സ്ഥാപിക്കുന്നതോടുകൂടി വലിയ ലാഭമാണ് അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷന്റെ നയമാറ്റം വഴി ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന നയങ്ങൾ നിയമമായി മാറുന്നതോടുകൂടി സോളാർ താല്പര്യപ്പെടുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കുറയുകയും ഇവരുടെ ബിസിനസ്സിൽ താഴേക്കുള്ള ഒരു വളർച്ച ഉണ്ടാവുകയും ചെയ്യും. അത് അവരുടെ ലാഭത്തെ പ്രതിഫലിക്കും, അവരുടെ കമ്പനിയുടെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കും. വളരെ ചുരുങ്ങിയ ഒരുപറ്റം ഇത്തരം ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ കേവല താല്പര്യം മാത്രമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അവരുടെ ബിസിനസ് താല്പര്യം മാത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. സാമൂഹികമായ താല്പര്യങ്ങൾ ഇതിനകത്ത് മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് കഴിയുമില്ല. ഇതേവരെയുള്ള ഒരു നിയമവും അവർ ഇപ്പം ഉയർത്തി കാണിക്കുന്ന നിയമങ്ങൾക്ക് അനുകൂലവുമല്ല. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും സോളാർ സിസ്റ്റം ഇപ്പോൾ പിന്തുടരുന്നതിൽ മിക്ക ആളുകളും സാധാരണക്കാരാണ്. അപ്പോൾ ഇത്തരത്തിൽ സോളാർ സ്ഥാപിച്ചിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സ്ഥാപിക്കാത്ത ഉപഭോക്താക്കളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടല്ലോ. അതായത് വൈദ്യുതി ചാർജിൽ അവർ നൽകുന്ന പണം, അതിൽ വലിയ മാറ്റമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതായത് സോളാർ സ്ഥാപിച്ചവർ ചെറിയൊരു എമൗണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിലല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ കൊടുക്കുന്ന ചാർജിലുണ്ടാകുന്ന വ്യത്യാസം അതെങ്ങനെയാണ് ഒരു ലാഭത്തിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യനാണ്. രണ്ട് വിഭാഗം ഉപഭോക്താക്കൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരും സോളാർ ഇൻസ്റ്റാൾ ചെയ്യാതെ വൈദ്യുതി ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ ലൈബ്രറി ലൈസൻസിൽ നിന്ന് വൈദ്യുതി എടുത്ത് ഉപയോഗിക്കുന്നവരും. അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ സോളാർ ഉപയോഗിച്ചവർക്ക് ഏകീകൃതമായിട്ടുള്ള ഒരു താരിഫ് ഘടനയെ ബാധകമല്ലാതായി മാറിയിരിക്കുന്നു. അതായത് ഒരു വിവേചനം, സോളാർ സ്ഥാപിച്ചവരും സോളാർ സ്ഥാപിക്കാത്തവരും തമ്മിൽ ഒരു വിവേചനം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതായത് വൈദ്യുത ചാർജ് നൽകുന്നതിനെക്കുറിച്ച്, വൈദ്യുത ചാർജ് അടയ്ക്കുന്നതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ വൈദ്യുത ചാർജ് കണക്കാക്കുന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവേചനം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ വിവേചനം പ്രധാനമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ അനുസൃതമായ ആർട്ടിക്കിൾ 14 എന്ന് പറയും. എല്ലാവർക്കും ഏകീകൃത അവകാശം എന്ന് പറയുന്ന ആ നിയമത്തിന്റെ ലംഘനമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഇത് വന്നിരിക്കുന്നത്, ഞാൻ ഉദാഹരണമായിട്ട് പറയാം, സോളാർ സ്ഥാപിച്ച ഒരാൾക്ക് നമ്മൾ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ടെലസ്കോപ്പിക് താരിഫ് എന്ന് പറയുന്ന താരിഫ് നിർണ്ണയിക്കുന്ന ആ ഒരു ഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്
സോളാർ സ്ഥാപിച്ചിരിക്കുന്നവരുടെ കറണ്ട് ചാർജ് കണക്ക് കൂട്ടപ്പെടുന്നത്. ഇത് അവർക്ക് കറണ്ട് ചാർജ് പേ ചെയ്യുന്നതിൽ വളരെയധികം കുറവ് വരുത്തുന്നു. അവരുടെ റേറ്റ് ഓഫ് താരിഫ്, അവരുടെ റേറ്റ് വളരെയധികം കുറച്ച് ആണ് കണക്ക് കൂട്ടപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് അവരിൽ എന്ത് കുറവ് വരുന്നു, അല്ലെ അവർക്ക് എന്ത് നേട്ടം കിട്ടുന്നു, ഈ നേട്ടം മുഴുവൻ ഒരു ലൈസൻസി ഈടാക്കുന്നത് മൊത്തം അവരുടെ വരുമാനത്തെയും മൊത്തം വിതരണം ചെയ്ത എനർജിയുടെയും അടിസ്ഥാനത്തിൽ ആണ്. ഒരു യൂണിറ്റിന് എത്ര രൂപ ചിലവായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് താരിഫ് നിർണ്ണയത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നത്, റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും സോളാർ ഉൽപ്പാദിപ്പിക്കാത്ത ഉപഭോക്താക്കൾ മറ്റുള്ളവർക്ക് കിട്ടിയ നേട്ടത്തിന്റെ ഭാരവും വഹിക്കേണ്ടി വരും.